Right. Good morning. Good morning, ma'am. Okay, good morning. Good morning, ma'am. Good morning, ma'am. Okay, good morning. Breakfast ഒക്കെ കഴിച്ച എല്ലാവരും? Yes, ma'am. ഭക്ഷണമൊക്കെ കഴിച്ചോ? Yes, ma'am. കഴിച്ചു അല്ലേ? വീട്ടിലെ പണികളൊക്കെ ഒതുക്കി വെച്ചോ? അതെല്ലാം കഴിഞ്ഞു. ഓക്കെ, പഠിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ? അപ്പൊ നമ്മൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ്. നമുക്കത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. കേട്ടിട്ട് ഞാൻ ഓപ്ഷൻസ് ഒക്കെ വായിക്കാം. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും ഏത് രീതിയിൽ അത് പഠിക്കണം എന്നുള്ളത് കേട്ടോ. അത് നോക്കാം. ഓക്കെ, ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ക്വസ്റ്റ്യൻസ് എവിടെ വരെയായിരുന്നു? ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. The call letter salutation suggested in the text is dear candidate instead of using their name. Why? അല്ലെ, നമ്മൾ സാധാരണ കോൾ ലെറ്ററിൽ നമ്മൾ എങ്ങനെയാണ് സല്യൂട്ടേഷൻ കൊടുക്കുന്നത്? ഡിയർ കാൻഡിഡേറ്റ് എന്നാണ് അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ അവരുടെ പേരിന് പകരം ഡിയർ കാൻഡിഡേറ്റ് എന്ന് അഭിസംബോധന ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസുകൾ വായിക്കാം. ഓപ്ഷൻ എ, ടു സേവ് ദ ടൈം ഫോർ ദ HR ഡിപ്പാർട്ട്മെന്റ്. HR ഡിപ്പാർട്ട്മെന്റിന്റെ സമയം സേവ് ചെയ്യാനാണെന്നാണ് ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ്, because a formal relationship with the candidate has not yet been established. കാര്യം കാൻഡിഡേറ്റ് ആയിട്ട് നമ്മളൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. മൂന്നാമത്തെ ഓപ്ഷൻ, ടു മെയിൻറ്റെയിൻ ദ കാൻഡിഡേറ്റ്സ് അനോണിമിറ്റി. ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് എ ലീഗൽ റിക്വയർമെന്റ്. എന്താണ് കറക്റ്റ് ആൻസർ വരിക? എന്തുകൊണ്ടാണ് നമ്മൾ കോൾ ലെറ്റർ? ഓക്കെ, സക്സന കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അഞ്ചിന് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. കാര്യം എന്താണ്? ഓക്കെ, അങ്ങനെ കറക്റ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ എന്താണ് ആ ഒരു കാൻഡിഡേറ്റുമായിട്ട് കോൾ ലെറ്റർ അയക്കുന്നുള്ളൂ നമ്മൾ ജസ്റ്റ് അല്ലെ. അത് നമ്മൾ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. ഇന്റർവ്യൂ ഒക്കെ കഴിയുമ്പോഴാണ് നമ്മൾ പിന്നെ അവരുടെ പേര് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അഭിസംബോധന ചെയ്യുള്ളൂ അല്ലെ. അതുവരെ നമ്മൾ എങ്ങനെയാ അവരെ സല്യൂട്ടേഷൻ കൊടുക്കാം? ഡിയർ കാൻഡിഡേറ്റ് എന്ന രീതിയിലാണ് നമ്മൾ സല്യൂട്ടേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. Which of the following is a parameter for assessing a candidate during a personal interview? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കാം. Which of the following is a parameter for assessing a candidate during a personal interview? ഒരു പേഴ്സണൽ ഇന്റർവ്യൂ സമയത്ത് നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സുകൾ താഴെ തന്നവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വായിക്കാം, their previous salary. Okay. Option B, their family's financial background. Option C, body language, confidence and attitude. Option D, the number of jobs they have applied for. ഏതാണ് ആൻസർ വരിക? നിങ്ങൾ പറയൂ. ഓപ്ഷൻ സി ആണ് അല്ലെ, ബോഡി ലാംഗ്വേജ്,
കോൺഫിഡൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് അല്ലെ. ഓക്കെ, അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ, എന്തൊക്കെ പാരാമീറ്റേഴ്സുകളാണ് നമ്മൾ സാധാരണയായിട്ട് അവരെ അസസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാരാമീറ്ററുകൾ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചൊരു ലിസ്റ്റ് ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഇതന്നെ കണ്ടോ, പേഴ്സണാലിറ്റി, അപ്പിയറൻസ്, ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, ഇതൊക്കെ എന്താണ് നമ്മളൊരു പേഴ്സണൽ ഇന്റർവ്യൂ സമയത്ത് കാൻഡിഡേറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സുകൾ ആണ്. ഓക്കെ, അപ്പൊ അതിന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ? ഒരു HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ടു allow untrained panel members to ask relevant and professional questions. Option B, to make the interview process longer. Option C, to test the candidate's general knowledge. Option D, to eliminate the need for a face-to-face interview. പറഞ്ഞോളൂ, എന്തായിരിക്കും ആൻസർ വരിക? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ചോദ്യം ശ്രദ്ധിച്ച്. ഓക്കെ, സനിൽ പറയുന്നുണ്ട് സി ആണ് അല്ലെ, സി ആണല്ലേ മോൾ ആൻസർ പറഞ്ഞത്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ, അവിടെ ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് എ HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ? HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിന്റെ പ്രൈമറി പർപ്പസ് എന്താണ്, പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ടു allow untrained panel members to ask relevant and professional questions. Option B, to make the interview process longer. Option C, to test the candidate's general knowledge. Option D, to eliminate the need for a face-to-face interview. ഇതാണ് ആൻസർ, നിങ്ങൾ പറയൂ. ഓക്കെ, കറക്റ്റ്. സനില ഫർസാന ഓപ്ഷൻ എ പറയുന്നു, അഞ്ജന സി ആണ് ആൻസർ. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. എ ആണ് കറക്റ്റ് ആൻസർ. എന്താണ്? to allow untrained panel members to ask relevant and professional questions. നിങ്ങൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയറിനെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട് അവിടെ, അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്റർവ്യൂ പാനൽ ഷോർട്ട് ലിസ്റ്റിംഗ് കഴിഞ്ഞില്ല, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ, HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, HR മാനേജർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ മേ ബി എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് ആൻഡ് സ്പോണ്ടേനിയസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ലൈൻ ഓഫ് ഡിസ്കഷൻ. സാധാരണ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന, ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന HR മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഒട്ടുമിക്ക ഇന്റർവ്യൂവിലും കോമൺ ഫാക്ടർ ആണ്. എല്ലാത്തിലും ആരുണ്ടായിരിക്കും? HR മാനേജർ ഉണ്ടായിരിക്കും. കാരണം HR ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ HR മാനേജർ എല്ലാ കാറ്റഗറി വിഭാഗത്തിന്റെയും ഇന്റർവ്യൂ ബോർഡില് ആരംഗമായിരിക്കും? HR മാനേജർ ഒരു കോമൺ ഫാക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ, അവരെന്താണ്? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറയുന്നത്. അവർ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് അവർ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അതേസമയം അടുത്ത് പറയുന്ന നോക്കിയേ, മാനേജ്മെന്റ് പാനൽ ഇൻ ദ ഇന്റർവ്യൂ ബോർഡ് may not be fully aware of the type of evaluation since they come from different backgrounds, maybe technical, business or any other irrelevant field. Okay, but in this context, ready-made questionnaire is sufficient. The purpose of the management representative to show his active presence in the interview assessment by asking relevant and professional questions. This will also safeguard the professionalism of the management. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇന്റർവ്യൂ പാനൽ ബോർഡ് എന്ന് പറയുമ്പോൾ അതിന് മറ്റു പല മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ ടെക്നിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും, ബിസിനസ് മേഖലയിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ കാറ്റഗറി ആയിട്ട് ബന്ധമില്ലാത്ത മറ്റേതെങ്കിലും ഇറലവന്റ് ആയിട്ടുള്ള ഫീൽഡിൽ നിന്നുള്ള മെമ്പേഴ്സുകൾ അതിനകത്ത് ഉണ്ടാവും. അവരെ സംബന്ധിച്ച് അവർക്ക് എക്സ്പീരിയൻസ്ഡ് അല്ല, എന്ത് ചോദിക്കണം ഏത് ചോദിക്കണം എന്നുള്ളതിനെ പറ്റി അവർക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യനെയർ കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നോക്കി അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് ചോദിക്കാൻ മാത്രമല്ല, അതിന്റെ ഒരു ഗുണം എന്താണ്? ആ ഇന്റർവ്യൂവില് ഇവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പറ്റും. ഇത് ബിസിനസ് ടെക്നിക്കൽ ഫീൽഡിലുള്ള ആളുകളുടെ ആ ഒരു പങ്കാളിത്തം അവിടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, കുറേ കൂടെ ഒരു ഇന്റർവ്യൂവിന്റെ പ്രൊഫഷണാലിസം മെയിൻറ്റെയിൻ ചെയ്യാനും അതിലൂടെ സാധിക്കും. പിന്നെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള റിലവന്റ് ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാനും സാധിക്കും.
അതൊക്കെയാണ് നമ്മളൊരു HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റിനെയർ ഉള്ളതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആൻസർ എന്താ വരിക? To allow untrained panel members to ask the relevant and professional questions. Untrained ആയിട്ടുള്ള, that means technical, business, മറ്റുള്ള irrelevant ഫീൽഡിലുള്ള മെമ്പേഴ്സ്, untrained ആണ്. എന്ത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കണം എന്നുള്ളതിനെ പറ്റി അവർക്ക് ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? HR സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. അത് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന് അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ പറ്റും. പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാനായിട്ട് പറ്റും. കുറെ കൂടെ ആ ഒരു ഇന്റർവ്യൂവിന്റെ ആ ഒരു പ്രൊഫഷണാലിസം അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ആൻസർ മനസ്സിലായോ നിങ്ങൾക്ക്? ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് കേട്ടോ. അപ്പൊ കണ്ടോ, നമ്മൾ ആ കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം. ആ കൺസെപ്റ്റ് മനസ്സിലായാൽ മാത്രമാണ് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. After the interview, candidates are typically categorized into 3 groups. What are they? ഇതൊക്കെയാണ് നമ്മളത് ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾ അല്ലെ. അതായത് സാധാരണ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? അവരെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ അവരെ തിരിക്കുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ് ആ 3 കാറ്റഗറിയിൽ വരുന്നത്? ഏതൊക്കെയാണ് ആ 3 കാറ്റഗറി? മുമ്പാണ് കേട്ടോ. ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഗുഡ്, ആവറേജ്, പുവർ. ഓപ്ഷൻ ബി ഹയർ, not hired, pending. Option C, rejected, on hold, selected. Option D, experienced, inexperienced, fresher. നിങ്ങൾ പറയൂ, ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. Based on the interview assessment, the aspirants are categorized into rejected, on hold and selected group. കണ്ടോ, റിജക്ട് ചെയ്യാന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും അവരെ കൺസിഡർ ചെയ്യുന്നില്ല. ഓൺ ഹോൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മേ ബി കൺസിഡർഡ് ലേറ്റർ, പിന്നീട് അവരെ കൺസിഡർ ചെയ്യാം. പിന്നെ സെലക്ടഡ് ആവുമ്പോൾ ദാറ്റ് ഈസ് എന്താണ്? അവർ ആ ഒരു പൊസിഷൻ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റിജക്റ്റഡ്, ഓൺ ഹോൾഡ്, സെലക്ടഡ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. What is the difference between offer of appointment and an appointment order? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റും അപ്പോയിന്റ്മെന്റ് ഓർഡർ? അപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴേ നിങ്ങളോട് പറഞ്ഞിരുന്നു, അപ്പോയിന്റ്മെന്റ് ഓഫർ എന്ന് പറയുന്നതും അപ്പോയിന്റ്മെന്റ് ഓർഡർ എന്ന് പറയുന്നതും രണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്നാൽ ഓപ്ഷൻ നമുക്ക് വായിക്കാം. ഓപ്ഷൻ എ ഇതാണ്. They are the same document. Option A അങ്ങനെ പറയുന്നത്. Option B the offer is given first and the appointment order is issued after the candidate accepts and completes joining formalities. Option C, appointment order is a temporary contract while the offer is a permanent. Option D, the offer is sent by email and the appointment order is sent by post. നിങ്ങൾ പറയൂ, ഏതാണ് കറക്റ്റ് ആൻസർ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. എന്താണ്? ദ ഓഫർ ഈസ് ഗിവൺ ഫസ്റ്റ്. നമ്മൾ ആദ്യം കൊടുക്കുന്നത് അപ്പോയിന്റ്മെന്റ് ഓഫർ ആണ് അല്ലെ. ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ ഒക്കെ നമ്മൾ കണ്ടു, അതിനകത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നത്, എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവിടെ പറയുന്നുണ്ട് അല്ലെ. അത് വായിച്ച് അവരത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ജോയിനിങ് ഫോർമാലിറ്റീസും കൂടെ ഫുൾഫിൽ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അവർക്ക് എന്തായിരിക്കുന്നത് ഇഷ്യൂ ചെയ്യുന്നത്? അപ്പോയിന്റ്മെന്റ് ഓർഡർ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് കേട്ടോ. അപ്പോയിന്റ്മെന്റ് ഓഫർ ഈസ് ഗിവൺ ഫസ്റ്റ് and the appointment order is issued after the candidate accepts and completes the joining formalities. Okay, clear ആയല്ലോ? ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഏത് രീതിയിലാണ് വരുന്നത്, എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം പഠിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കാം. A consolidated salary reporting structure and the probation period are typically mentioned in which document? ഒന്നുകൂടെ വായിക്കാണ്. A consolidated salary reporting structure and probation period are typically mentioned in which document? ഏത് ഡോക്യുമെന്റിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇന്റർവ്യൂ കോൾ ലെറ്റർ. ഓപ്ഷൻ ബി joining order. Option C the offer of appointment.
ഓപ്ഷൻ ഡി ദ എക്സിക്വൽ ഇന്റർവ്യൂ ഫോം. പറയൂ, അത് പറയൂ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇതിലാണ് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റിലാണ് അല്ലെ, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ആണ് കേട്ടോ. ബി അല്ല കേട്ടോ, ബി ജോയിനിങ് ഓർഡർ ആണ് കേട്ടോ. ഓക്കെ, ജോയിനിങ് ഓർഡറിൽ അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ജോയിനിങ് ഓർഡറിനകത്ത് ക്ലോസുകൾ പറയുന്നുണ്ട്, ശരിയാണ്. ഇല്ല, ജോയിനിങ് ഓർഡറിനകത്ത് പറയുന്നില്ല കേട്ടോ. ജോയിനിങ് ഓർഡറിനകത്ത് എന്താ, ജോയിനിങ് ഓർഡർ ആരും ഫിൽ ചെയ്യുന്നത്? അത് കാൻഡിഡേറ്റ് ആണ്. കാൻഡിഡേറ്റ് ആണ് ജോയിനിങ് ഓർഡർ എന്ത് ചെയ്യുന്നത്, സബ്മിറ്റ് ചെയ്യുന്നത്. അത് ജോയിനിങ് ഡേറ്റിലാണ് ജോയിനിങ് ഓർഡർ ആര് സബ്മിറ്റ് ചെയ്യുന്നത്, കാൻഡിഡേറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കൺസോളിഡേറ്റഡ് സാലറി, റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ, പ്രൊബേഷൻ പീരീഡിനെ പറ്റിയിട്ട് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയണം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എ കൺസോളിഡേറ്റഡ് സാലറി, reporting structure, probation period are typically mentioned in which document? ഏത് ഡോക്യുമെന്റിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്? ആ ക്ലോസുകൾ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഒരു 19ഓളം ക്ലോസുകൾ നമ്മൾ പഠിച്ചു അല്ലെ. ആ ക്ലോസുകൾ പറയുമ്പോൾ അതിനകത്ത് സാലറിയെ പറ്റി പറയുന്നുണ്ട്, പ്രൊബേഷൻ പീരീഡിനെ പറ്റി പറയുന്നുണ്ട്, റിപ്പോർട്ടിംഗ് സ്ട്രക്ചറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഇല്ലേ. അത് എവിടെയാണ്, ഏത് ഡോക്യുമെന്റിലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ തന്ന ഓപ്ഷൻ ഒന്ന് ഇന്റർവ്യൂ കോൾ ലെറ്റർ ആണ്. കോൾ ലെറ്ററിൽ നമ്മൾ അത് മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. കോൾ ലെറ്റർ എന്താണ്? ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ് നമ്മൾ കാൻഡിഡേറ്റിനെ അറിയിക്കുന്നതാണ് കോൾ ലെറ്റർ. അതിൽ നമ്മൾ അങ്ങനെ വല്ല ക്ലോസുകൾ പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ ജോയിനിങ് ഓർഡർ, ജോയിനിങ് ഓർഡറിൽ പറയുന്നുണ്ടോ? ഇല്ല. ജോയിനിങ് ഓർഡർ ആരാണ് ഫിൽ ചെയ്യുന്നത്? കാൻഡിഡേറ്റ് അല്ലെ. അതായത് ആ ഒരു ജോയിനിങ് ഓർഡർ ജോയിനിങ് ടൈമില് ആരാണ് സബ്മിറ്റ് ചെയ്യുന്നത്? അത് സ്റ്റാഫ്, അതായത് കാൻഡിഡേറ്റ് ആണ് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. ജോയിൻ ചെയ്യുന്ന സമയത്ത് അതില് ആ വ്യക്തി സബ്മിറ്റ് ചെയ്യുന്നതാണ് എന്ത്, ജോയിനിങ് ഓർഡർ. അതിലൊരിക്കലും അങ്ങനെ പറയുന്നില്ല. പിന്നെ എക്സിറ്റ് ഇന്റർവ്യൂ ഫോം, അതിനകത്ത് പറയുന്നില്ല, അത് നമുക്ക് പഠിക്കാനുമില്ല. എക്സിറ്റ് ഇന്റർവ്യൂ ഫോം നമുക്ക് പഠിക്കാനില്ല. പിന്നെ തന്നിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് അല്ലെ. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റിനകത്താണ് എന്ത് പറയുന്നത്? ആ ഒരു ക്ലോസുകൾ ഇവിടെ കാണാൻ പറ്റും. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് കണ്ടോ. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റിലല്ലേ ആ കാര്യങ്ങൾ പറയുന്നത് കണ്ടോ. യു വിൽ ബി പെയ്ഡ് എ കൺസോളിഡേറ്റഡ് സാലറി ഓഫ് റുപ്പീസ് ഇത്ര അല്ലെ. അതുപോലെ യു വിൽ ബി ഓൺ പ്രൊബേഷൻ പീരീഡ് ഫോർ 6 months കണ്ടോ. പ്രൊബേഷൻ പീരീഡിനെ പറ്റി പറയുന്നതൊക്കെ എവിടെയാണ്? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റിലാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് പ്രൊബേഷൻ പീരീഡ് മെൻഷൻ ഇൻ ദ സ്പെസിമെൻ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്? നമുക്ക് തന്നിരുന്ന ആ ഒരു ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് ഒരു സ്പെസിമെൻ, ഒരു മോഡൽ നമ്മൾ പഠിച്ചു. അതിനകത്തുള്ള സ്റ്റാൻഡേർഡ് പ്രൊബേഷൻ പീരീഡ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, പൊതുവെ പ്രൊബേഷൻ പീരീഡ്, ഒരു സ്റ്റാൻഡേർഡ് പ്രൊബേഷൻ പീരീഡ് എത്രയാണ്, എത്ര കാലയളവാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1 month, ഓപ്ഷൻ ബി 3 months, ഓപ്ഷൻ സി 6 months, ഓപ്ഷൻ ഡി 1 year. നിങ്ങൾ പറഞ്ഞോളൂ. സ്റ്റാൻഡേർഡ് പ്രൊബേഷൻ പീരീഡ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 6 months ആണ്. പൊതുവേ അങ്ങനെയാണ് കേട്ടോ. പൊതുവെ 6 months ആണ് പ്രൊബേഷൻ പീരീഡ്. പക്ഷെ വ്യത്യാസം ഉണ്ടാവും, ഓരോ സ്ഥാപനത്തിനനുസരിച്ചും അതില് വ്യത്യാസം ഉണ്ടാകും. ചിലത് 1 വർഷം വരെയൊക്കെ പ്രൊബേഷണറി പീരീഡ് വരാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇഫ് an employee's performance is not satisfactory during probation, what can the company do? അതായത് നമ്മൾ സാധാരണ പ്രൊബേഷൻ സമയത്ത് എംപ്ലോയിയുടെ പെർഫോമൻസ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതാണ്, സാറ്റിസ്ഫാക്ടറി അല്ല, തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ കമ്പനി എന്താണ് ചെയ്യുക എന്നാണ് ചോദ്യം. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ എവിടെയും പറയുന്നില്ല, കമ്പനി എന്ത് ചെയ്യും എന്നുള്ളത് പറയുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം. അതിന്റെ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിക്കാം. ഓപ്ഷൻ എ ഇതാണ്, ടെർമിനേറ്റ് ദം ഇമീഡിയറ്റ്ലി വിതൗട്ട് നോട്ടീസ്. ഓപ്ഷൻ ബി, extend the probation period for another 6 months. Option C, reduce their salary. Option D, transfer them to a different department. പറഞ്ഞോളൂ, ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ആർക്കും സംശയമില്ല, ഷഹനാസ് കറക്റ്റ് ആണ് പറഞ്ഞത്. നമുക്ക് ഒരു പക്ഷെ ഓപ്ഷൻ എയും ബിയും സംശയം വരാം. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്? ടെർമിനേറ്റ് ദം ഇമീഡിയറ്റ്ലി വിതൗട്ട് നോട്ടീസ്. ഒരു നോട്ടീസും കൂടാതെ നമ്മൾ അവരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. കാര്യം ക്ലോസിൽ അങ്ങനെ പറയുന്നുണ്ട് അല്ലെ. പിന്നെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ദ പ്രൊബേഷൻ പീരീഡ് ഫോർ അനദർ 6 months. അതായത് പ്രൊബേഷൻ പീരീഡ് നമ്മളൊരു 6 മാസത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യും. അതാണ് കുറെ കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. കാര്യം നമ്മൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്
ഇപ്പൊ ഇവരുടെ പ്രൊബേഷൻ പീരീഡിൽ ഇവരുടെ പെർഫോമൻസ് സാറ്റിസ്ഫാക്ടറി അല്ലാന്നുണ്ടെങ്കിൽ പക്ഷെ അത് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു കഴിഞ്ഞാൽ ആ ക്ലോസിനകത്ത് പറയുന്നുണ്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊബേഷണറി പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടും അവർ ഇംപ്രൂവ് ആയില്ലെങ്കിൽ മാത്രമാണ് പൊതുവെ നമ്മൾ എന്ത് ചെയ്യുക, അവർ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോ ഓപ്ഷൻ ബി തന്നെയാണ് കറക്റ്റ് ആയിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. വാട്ട് ഈസ് എൻ എംപ്ലോയി റിക്വയർഡ് ടു ഡു ഇഫ് ദേ വിഷ് ടു ലീവ് ദ ഓർഗനൈസേഷൻ? What is an employee required to do if they wish to leave the organization? അതായത് ഒരു എംപ്ലോയി ഓർഗനൈസേഷൻ വിടാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അവരെ ലീവ് ചെയ്ത് പോകുമ്പോൾ ഒരു എംപ്ലോയി ചെയ്യാനായിട്ടുള്ള കാര്യം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓപ്ഷൻ എ ഇതാണ്, ലീവ് ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് ഇൻഫോമിംഗ് എനിവൺ, മറ്റാരെയും അറിയിക്കാതെ ലീവ് ചെയ്യാന്നുള്ളത്. ഓപ്ഷൻ ബി, സബ്മിറ്റ് എ റെസിഗ്നേഷൻ ലെറ്റർ വിത്ത് എ 1 month notice period. Option C, post about the resignation on social media. Option D, send an email to the CEO directly. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. സബ്മിറ്റ് എ റെസിഗ്നേഷൻ ലെറ്റർ വിത്ത് എ 1 month നോട്ടീസ് പീരീഡ്. അത് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അതായത് ഏതെങ്കിലും കാരണവശാല് ഈ പറയുന്ന എംപ്ലോയി അവരുടെ ജോലി വിടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 1 മാസം മുൻപേ തന്നെ എന്ത് ചെയ്യണം, എംപ്ലോയർക്ക് നോട്ടീസ് കൊടുക്കണം അല്ലെ. ഞങ്ങൾ റിസൈൻ ചെയ്യുമെന്ന്. അതായത് ആ ഒരു റിസൈൻ ചെയ്യുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പല്ല കൊടുക്കേണ്ടത്, അതിന് കൃത്യം 1 മാസം മുൻപ്, ഒരു 30 ദിവസം മുമ്പെങ്കിലും എന്ത് ചെയ്തിരിക്കണം, എംപ്ലോയർക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ക്ലിയർ ചെയ്ത് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. വാട്ട് ഈസ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ? എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ അഥവാ JD എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നത്. നമുക്കറിയാം എന്താണത്. ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് ഡോക്യുമെന്റ് അബൌട്ട് ദ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എൻ എംപ്ലോയി അല്ലെ. ഒരു എംപ്ലോയിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയുള്ള ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെന്റിനെയാണ് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. Okay, option A ഇതാണ്, a document describing the company's history. Option B, a base document outlining the duties and responsibilities of an employee. Option C, a form to appraise employee performance. Option D, a list of company holidays. Answer പറയാമോ നിങ്ങൾക്ക്? Okay. Option B ആണ് correct answer കേട്ടോ. എന്താണ്? It is a base document outlining the duties and responsibilities of an employee. ഒരു എംപ്ലോയിയുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ട് കൃത്യമായിട്ട് വിശദമാക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ജോബ് ഡിസ്ക്രിപ്ഷൻ അഥവാ JD എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് എ ജോയിനിങ് ഓർഡർ? എന്താണ് ജോയിനിങ് ഓർഡർ? എന്താണ് ജോയിനിങ് ഓർഡർ? ഓപ്ഷൻ എ, a letter from the company ordering the candidate to join. Option B, a written confirmation from the candidate that they have accepted the offer and joined the organization. Option C, an internal memo about a new employee. Option D, a checklist of joining format. പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, റിട്ടേൺ കൺഫർമേഷൻ. കാര്യം നമ്മൾ ആ ഒരു കാൻഡിഡേറ്റിന് ആദ്യം നമ്മൾ എന്തായിരിക്കും, അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കും. അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുമ്പോൾ അതിനകത്ത് എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ ക്ലോസുകളായിട്ട് പറയുന്നുണ്ട് അല്ലെ. അതെല്ലാം വായിച്ച് അവരത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഒരു കാൻഡിഡേറ്റ് എന്ത് സബ്മിറ്റ് ചെയ്യുന്നത്, ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത്. എന്താണ് ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യേണ്ടത്? ജോയിനിങ് ഡേറ്റിന്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദീസ് കൺസിഡേർഡ് എ പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ ആക്ടിവിറ്റി? അതിന് നമ്മൾ പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ ആക്ടിവിറ്റിനെ പറയുന്ന മറ്റൊരു പേരെന്താണ്? പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. അതിന് പറയുന്ന മറ്റൊരു പേരെന്തായിരുന്നു? നമ്മളൊരു വേറൊരു പേരിലാണ് നമ്മൾ പഠിച്ചത് അല്ലെ. എന്താണ് ആ പേര് എന്ന് പറഞ്ഞേ, ഓർമ്മയുള്ളവര്?
ഓക്കെ അച്ഛന് പറയുന്നുണ്ട് ഓക്കെ വെരിഫിക്കേഷൻ കറക്റ്റ് ആണ്. ജോയിനിങ് ഫോർമാലിറ്റീസ് അല്ലെ, ജോയിനിങ് ഫോർമാലിറ്റീസിനെയാണ് നമ്മൾ ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. ജോയിനിങ് ഫോർമാലിറ്റീസ് ആണ് ഇത് ഈ പറയുന്ന പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ. ഓക്കെ അച്ഛന അപ്പോ അതാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഓഫ് ദീസ് വിച്ച് ഓഫ് ദീസ് ഈസ് കൺസിഡേർഡ് എ പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ ആക്ടിവിറ്റി? ഓപ്ഷൻ എ providing a company laptop. Option B verification of certificates and previous employer checks. Option C introducing the new employee to the team. Option D assigning the first task. ആൻസർ പറഞ്ഞോളൂ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ എന്താണ്? വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പ്രീവിയസ് എംപ്ലോയർ ചെക്സ് അല്ലെ. സർട്ടിഫിക്കറ്റ്സ് നമ്മൾ വെരിഫൈ ചെയ്യാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ദ ഫൈനൽ അസസ്മെന്റ് ഓഫ് എ സ്റ്റാഫ് മെമ്പേഴ്സ് പെർഫോമൻസ് എസ്പെഷ്യലി ആഫ്റ്റർ ദ പ്രൊബേഷൻ പീരീഡ് ഈസ് ഡൺ ത്രൂ വാട്ട് പ്രോസസ്? ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ദ ഫൈനൽ അസസ്മെന്റ് ഓഫ് എ സ്റ്റാഫ് മെമ്പേഴ്സ് പെർഫോമൻസ് എസ്പെഷ്യലി ആഫ്റ്റർ ദ പ്രൊബേഷൻ പീരീഡ് ഈസ് ഡൺ ത്രൂ വാട്ട് പ്രോസസ്? Option A, a return test. Option B, a performance appraisal. Option C, an informal chat with the manager. Option D, a peer review. Answer പറഞ്ഞോളൂ. Okay, സനീല പറഞ്ഞു correct answer ആണ്. ഫർസാന ബി ആണ് പറഞ്ഞത്. പിന്നെ വേറെ ആർക്കെങ്കിലും ഇനി other options? ആർക്കില്ല. ഓക്കെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ പ്രൊബേഷണറി ആ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് നമ്മൾ പറയുന്നത് പെർഫോമൻസ് അപ്രൈസലിനെ പറ്റിയിട്ടാണ് അല്ലെ. ലാസ്റ്റ് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഓക്കെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ഇവിടെ പറഞ്ഞു പോകുന്ന കാര്യത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫൈനൽ അസസ്മെന്റ് ഓഫ് എ സ്റ്റാഫ് മെമ്പേഴ്സ് പെർഫോമൻസ് എസ്പെഷ്യലി ആഫ്റ്റർ ദ പ്രൊബേഷൻ പീരീഡ് ഈസ് ഡൺ ത്രൂ വാട്ട് പ്രോസസ്? ഓക്കെ അതാണ് ചോദ്യം. നിങ്ങൾ ആ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രൊബേഷൻ പീരീഡ് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ. ദ ഫൈനൽ അസസ്മെന്റ് ഓഫ് ദ സ്റ്റാഫ് ഈസ് പ്രൊഫഷണലി ഇവാലുവേറ്റഡ് ത്രൂ എ പെർഫോമൻസ് അപ്രൈസൽ. കണ്ടോ അവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം നമ്മൾ സാധാരണ പ്രൊബേഷൻ പീരീഡ് ഒരു 6 മാസമൊക്കെയാണ് പ്രൊബേഷൻ പീരീഡ്. ഓരോ കമ്പനിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോ നമ്മൾ ഈ പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്ന ആ സമയത്ത് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു കാൻഡിഡേറ്റ് മീൻസ് ആ സ്റ്റാഫിനെ വളരെ ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ മോണിറ്റർ ചെയ്യുമ്പോൾ ആ ഒരു പ്രൊബേഷൻ പീരീഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ നടത്തുക. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ്. അത്രയേ ഉള്ളൂ. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾക്കറിയാം ആ പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ അതിന് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടോ അവർ പറയുന്നുണ്ട്. അവരുടെ ആറ്റിറ്റ്യൂഡ്, കേപ്പബിലിറ്റി, ലീഡർഷിപ്പ്, ടീം വർക്ക്, അവരുടെ ഡോക്യുമെന്റേഷൻ, അതുപോലെ ഇന്ററാക്ഷൻ വിത്ത് കൊളീഗ്സ്, സബോർഡിനേഷൻ വിത്ത് സുപ്പീരിയേഴ്സ്, ഇതെല്ലാം തന്നെ ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ അങ്ങനെ ആ ഒരു ഫൈനൽ അസസ്മെന്റ് അവർ പെർഫോമൻസ് അപ്രൈസലിലൂടെയാണ് ആ ഒരു ഫൈനൽ അസസ്മെന്റ് നടത്തുന്നത്. കേട്ടല്ലോ. അപ്പൊ അതാണ് ഉത്തരം കേട്ടോ. പെർഫോമൻസ് അപ്രൈസൽ. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് കേട്ടോ. ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ക്ലിയർ ആയല്ലോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ ഔട്ട്കംസ് ഓഫ് എ പോസിറ്റീവ് HR അപ്രൈസൽ ആഫ്റ്റർ പ്രൊബേഷൻ? ക്വസ്റ്റ്യൻ അങ്ങനെ പറയാണ്. വാട്ട് ആർ ദ പൊട്ടൻഷ്യൽ ഔട്ട്കംസ് ഓഫ് എ പോസിറ്റീവ് HR അപ്രൈസൽ ആഫ്റ്റർ പ്രൊബേഷൻ? Option A, only a salary increment. Option B, only a promotion. Option C, confirmation of the job and possibly a salary increment or promotion. Option D, an immediate transfer to another branch. Correct answer.
ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഫർസാന ഷഹനാസ് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ്. കൺഫർമേഷൻ ഓഫ് എ ജോബ് ആൻഡ് പോസിബിളി എ സാലറി ഇൻക്രിമെന്റ്. HR appraisal എടുത്തേ, അവിടെ ലാസ്റ്റ് ഭാഗത്ത് സെന്റൻസ് വായിച്ചേ. If an appraisal is up to the mark and above the expectation of the management, their appointment can either be confirmed, in exceptional cases a special increment, and in some exceptional cases a promotion of. അതായത് നമ്മൾ ആ ഒരു HR appraisal രണ്ട് ഇഫക്റ്റുകൾ ഉണ്ട്. ഇഫക്റ്റ് ഓഫ് HR appraisal രണ്ട് ഇഫക്റ്റ് ഉണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാവാം, നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാവാം. പോസിറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി കൺഫേം ആവും അല്ലെ? ചിലപ്പോ എന്താണ്? പോസിബിളി സാലറി ഇൻക്രിമെന്റ് ഓർ പ്രൊമോഷൻ. ചിലപ്പോ ഒരു സാലറി ഇൻക്രിമെന്റ് അവർക്ക് ലഭിക്കാം, ഒരു ജോബ് പ്രൊമോഷനും അവർക്ക് അതിനോടൊപ്പം ലഭിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ കേട്ടോ. മിനിറ്റ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം കേട്ടോ. വാട്ട് ഡസ് ദ ടേം ഹ്യൂമൻ ക്യാപിറ്റൽ റെഫർ ടു? എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ? ഓപ്ഷൻ എ, the total number of employees in a company. Option B, financial assets of the HR department. Option C, the knowledge and skills which individuals command. Option D, the physical infrastructure of a company. എന്താണ് ഓപ്ഷൻ? ആൻസർ പറയൂ. What does the term human capital refer to? ആൻസർ പറയൂ. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കണോ? ഓപ്ഷൻ എ, total number of employees in a company. Option B, financial assets of the HR department. Option C, the knowledge and skills which individuals command. Option D, the physical infrastructure of a company. Answer പറയൂ. ഓപ്ഷൻ എ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് സനില. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ദ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ എ കമ്പനി അല്ലെ? ഒരു കമ്പനിയിലെ എംപ്ലോയീസിന്റെ എണ്ണമാണ്. അതിൽ നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെ, ഇതൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ പേഴ്സണൽ എന്നൊക്കെ നമുക്ക് അവിടെ വിശേഷിപ്പിക്കാവുന്നതാണ് കേട്ടോ. അത് ആ തുടക്ക ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഹു ഈസ് ടിപ്പിക്കലി റെസ്പോൺസിബിൾ for addressing the interview panel for a junior management category staff? Again, onnodu repeat cheyana. Who is typically responsible for addressing the interview panel for a junior management category staff? Option A, chairman of the hospital. Option B, nursing superintendent, medical superintendent and concerned HOD. Option C, housekeeping supervisor. Option D, a newly joined trainee. Okay, ആൻസർ പറഞ്ഞോളൂ. ഏതായിരിക്കും ആൻസർ? നോ ഐഡിയ. ഓപ്ഷൻ ഒന്നുകൂടെ വായിക്കാം. ഓപ്ഷൻ എ, ചെയർമാൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഓപ്ഷൻ ബി, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, മെഡിക്കൽ സൂപ്രണ്ടന്റ് ആൻഡ് കൺസേൺഡ് HOD. ഓപ്ഷൻ സി, ഹൗസ്കീപ്പിംഗ് സൂപ്പർവൈസർ. ഓപ്ഷൻ ഡി, എ ന്യൂലി ജോയിൻഡ് ട്രെയിനി. പറഞ്ഞോളൂ. ഓപ്ഷൻ ബി, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ്, മെഡിക്കൽ സൂപ്രണ്ടന്റ്, കൺസേൺഡ് HOD. നമ്മുടെ ചോദ്യം എന്താണ്? ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി സ്റ്റാഫിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിൽ ഉണ്ടായിരിക്കേണ്ടത് ആരാണ് എന്നാണ് ചോദിച്ചത്. അതായത് ചെയർമാൻ അല്ല. ചെയർമാൻ ഒക്കെ ആരെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴാ? ഏറ്റവും ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി. നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ? ഏതൊക്കെയാ? ടോപ്പ് മാനേജ്മെന്റ്, ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി, അതുപോലെ ലോവർ മാനേജ്മെന്റ് കാറ്റഗറി. അങ്ങനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് സ്റ്റാഫുകൾ തിരിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ചെയർമാൻ ഒക്കെ ഇന്റർവ്യൂ പാനലിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ടോപ്പ് മാനേജ്മെന്റ് കാറ്റഗറി സ്റ്റാഫുകൾക്ക് ഇന്റർവ്യൂ ചെയ്യുമ്പോഴാണ്.
ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ അതിന്റെ ലോവർ അല്ലെ, ശരിക്കും ലോവർ മാനേജ്മെന്റ് കാറ്റഗറി സ്റ്റാഫിനെ ഇന്റർവ്യൂ ചെയ്യുന്നതാണ്. ന്യൂവിലി ജോയിൻഡ് ട്രെയിനി ഒരിക്കലും ഇന്റർവ്യൂ ബോർഡിൽ വരാറുണ്ട്. അപ്പൊ പിന്നെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നഴ്സിംഗ് സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്, കൺസേൺഡ് HOD. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. The document specifies that a universal application form should be maintained. What is its primary purpose? ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോമിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് വെച്ചാൽ സ്റ്റാൻഡർഡൈസ്ഡ് ആപ്ലിക്കേഷൻ ഫോം അല്ലെ. എപ്പോഴാണ് ഇന്റർവ്യൂസിന് കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നുണ്ട് അല്ലെ. അതൊരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയാൻ കാര്യം എന്താണ്? അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിലാണ്, എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിലാണ് നമ്മൾ അത് കൊടുക്കുന്നത്. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈമറി പർപ്പസ്? എന്താണ് അതിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, ടു സെർവ് ആസ് എ ലീഗൽ കോൺട്രാക്ട്. ഓപ്ഷൻ ബി, ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് വിത്ത് എസെൻഷ്യൽ ഇൻഫർമേഷൻ. ഓപ്ഷൻ സി, to be used for all government related paperwork. Option D, to replace the need for a detailed biodata. നിങ്ങൾ പറയൂ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്താണ്? ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് വിത്ത് എസെൻഷ്യൽ ഇൻഫർമേഷൻ. നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോം ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിലാണ് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെ. അതിനകത്ത് അവരുടെ പേരുണ്ടാവും, അഡ്രസ് ഉണ്ടാവും, അവരുടെ ബയോഡാറ്റയെ സംബന്ധിച്ച കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്തിനാ അവരിൽ നിന്ന് അത് വാങ്ങുന്നത്? ഈ ആപ്ലിക്കേഷൻ ഒക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്? ഇന്റർവ്യൂ പാനൽ ബോർഡിലാണ് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാനുള്ള റീസൺ എന്താണ്? ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് വിത്ത് എസെൻഷ്യൽ ഇൻഫർമേഷൻ. പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും, കാര്യം ഇന്റർവ്യൂ പാനൽ ബോർഡിന്റെ മുമ്പിലേക്ക് കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിന് അവരെ പറ്റി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാര്യം ആപ്ലിക്കേഷൻ ഫോം അവർ നോക്കും, അപ്പൊ ഇന്ന വ്യക്തിയാണ്, അയാളെ പറ്റിയുള്ള കുറച്ചൊരു ഇൻഫർമേഷൻ ആരുടെ കയ്യിൽ കിട്ടും? ഇന്റർവ്യൂ ബോർഡിന്റെ കയ്യിൽ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഷോർട്ട് ലിസ്റ്റിംഗ് വിത്ത് എസെൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതനുസരിച്ച് നമുക്ക് അവരെ പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. According to the text, why does not a professional hospital typically engage in publicity through social media network like Facebook or WhatsApp? നമ്മൾ അതിനകത്ത് സോഷ്യൽ മീഡിയാസിനെ പറ്റി പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയീസിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻസുകൾ ലഭിക്കാം, അല്ലെങ്കിൽ എംപ്ലോയീസിനെ നമുക്ക് എങ്ങനെയൊക്കെ അക്വയർ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളൊരു 9ഓളം പോയിന്റുകൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതിനകത്തൊരു പോയിന്റ് ആയിരുന്നു സോഷ്യൽ മീഡിയ. അപ്പൊ അതിന് പറയുന്നുണ്ട്, ഒരിക്കലും ഹോസ്പിറ്റൽസ് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാറില്ല. ഇപ്പൊ ഫേസ്ബുക്ക്, വാട്സാപ്പ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവർ ഉപയോഗിക്കാറില്ല. എന്തുകൊണ്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ, ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്. ഒന്നത് വളരെ ചെലവേറിയതാണ്, അതാണോ? അത് ഓപ്ഷൻ ബി, ഇറ്റ് മേ ഹിൻഡർ ദ ബ്രാൻഡ് ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഓപ്ഷൻ സി, it is not effective for reaching potential candidates. Option D, it is against the law for hospitals to use the social media. നിങ്ങൾ പറയൂ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഇറ്റ് മേ ബി ഹിൻഡർ ദ ബ്രാൻഡ് ഇമേജ് ഓഫ് ദ ഹോസ്പിറ്റൽ. പ്രത്യേകം തന്നെ പറയുന്നുണ്ട് അല്ലെ. പകരം അവര് മറ്റുള്ള സംവിധാനങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ ഒരിക്കലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയായിട്ട് ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യാറില്ല? പബ്ലിസിറ്റി കൊടുക്കാറില്ല. കാര്യം അത് അവരുടെ ഹോസ്പിറ്റലിന്റെ ഇമേജിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ സജസ്റ്റഡ് ടൈം ഫ്രെയിം ടു അലൗ ഫോർ അഡ്വർടൈസ്മെന്റ് റെസ്പോൺസസ് ടു അട്രാക്ട് എ വൈഡ് റേഞ്ച് ഓഫ് കാൻഡിഡേറ്റ്? ഒരു വൈഡ് റേഞ്ച് ഓഫ് കാൻഡിഡേറ്റിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു അഡ്വർടൈസ്മെന്റ് റെസ്പോൺസിന് വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിക്കുന്ന ടൈം ഫ്രെയിം, സമയപരിധി എത്രയാണ്? ഓപ്ഷൻ എ 1 to 2 days. Option B 3 to 5 days. Option C 10 to 15 days. Option D 1 month. പറഞ്ഞോളൂ ആൻസർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? പറഞ്ഞോളൂ. ഓപ്ഷൻ സി ആണ്. വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്? 10 to 15 days ആണ് അല്ലെ. കാര്യം നമുക്കറിയാം, നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ പല വിധത്തിലുള്ള ആളുകളുണ്ട്.
പെട്ടെന്ന് ഒരു ജോലി ഇപ്പൊ തന്നെ ജോലി കിട്ടിയേ മതിയാകും എന്ന് കരുതിയിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ പരസ്യം കണ്ട ഉടനെ അഡ്വർടൈസ്മെന്റ് കണ്ട ഉടനെ അവർ എന്ത് ചെയ്യും, അവരുടെ CV അയക്കും. അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട്. ഇനി ചില ആളുകൾ ഓൾറെഡി ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും. അവർക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തേടുന്ന ആളുകളാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു വീക്കൊക്കെ എടുത്തിട്ട് ഒരാഴ്ചയൊക്കെ സമയം എടുത്തിട്ടായിരിക്കും അവരവരുടെ CV അയക്കുന്നുണ്ടാവും. ഇനി വേറൊരു വിഭാഗം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് അവർ നല്ല പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവർ കുറേ കൂടി ഒരു ബ്രൈറ്റ് കരിയർ അവര് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അതിനെ പറ്റി അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് അവരെന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന ആ ഒരു CV അയക്കുള്ളൂ. അപ്പൊ ഏകദേശം അവർ പറയുന്നത് 10-15 ദിവസം അത്രയാണ്. അത് എല്ലാ കാറ്റഗറി വിഭാഗത്തിലുള്ള ആളുകളുടെ റെസ്പോൺസ് നമ്മൾ മാനിക്കണം. അതിനു വേണ്ടിയിട്ട് പൊതുവെ നമ്മൾ കൊടുക്കുന്ന സമയപരിധി എന്ന് പറയുന്നത് 10 to 15 days ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എൻ എംപ്ലോയി ഇസ് ഫൗണ്ട് ടു ഹാവ് ഷെയർഡ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, what is the likely consequence mentioned in the offer letter? Again, question repeat cheyana. If an employee is found to have shared confidential information, what is the likely consequence mentioned in the offer letter? Option A, a verbal warning. Option B, a salary deduction. Option C, immediate termination without compensation. Option D, a mandatory training session on ethics. പറഞ്ഞോളൂ, ആൻസർ എന്താണ്? ആൻസർ പറഞ്ഞോളൂ. ഓപ്ഷൻസ് ഒന്നുകൂടെ വായിക്കണോ? ചോദ്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ഇഫ് എൻ എംപ്ലോയി ഇസ് ഫൗണ്ട് ടു ഹാവ് ഷെയർഡ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ, വാട്ട് ഈസ് ദ ലൈക്ലി കോൺസിക്വൻസ് മെൻഷൻഡ് ഇൻ ദ ഓഫർ ലെറ്റർ? അതായത് നമ്മളൊരു എംപ്ലോയിക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അത് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഓഫർ ലെറ്ററിൽ പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് ഓഫർ ലെറ്ററിൽ പരാമർശിക്കുന്ന കാര്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വെർബൽ വാർണിംഗ്. ഓപ്ഷൻ ബി എ സാലറി ഡിഡക്ഷൻ. ഓപ്ഷൻ സി ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ വിതൗട്ട് കോമ്പൻസേഷൻ. ഓപ്ഷൻ ഡി എ മാൻഡേറ്ററി ട്രെയിനിങ് സെഷൻ ഓൺ എത്തിക്സ്. നമ്മൾ അവിടെ ഒരു ക്ലോസ് പറയുന്നുണ്ട്. അതായത് ജോലി സംബന്ധമായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുന്ന കോൺഫിഡൻഷ്യൽ ഡാറ്റകള് ഒരു കാരണവശാലും ഓറലി അല്ലെങ്കിൽ റിട്ടേൺ ഫോമില് മറ്റൊരാളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടുന്നതല്ല. അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ബ്രീച്ച് ആയിട്ട് ലംഘനമായിട്ട് നമ്മൾ കണക്കാക്കുകയും അതിന്റെ പേരിൽ യാതൊരുവിധ നഷ്ടപരിഹാരമോ നോട്ടീസോ കൂടാതെ നിങ്ങളെ സർവീസിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യും എന്നുള്ളൊരു ക്ലോസ് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക? സരില കറക്റ്റ് ആണ് പറഞ്ഞത്, ഓപ്ഷൻ സി ആണ്. ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ വിതൗട്ട് കോമ്പൻസേഷൻ, അല്ലെ? കോമ്പൻസേഷൻ ഒന്നും തന്നെ കൂടാതെ അവരെ നമ്മൾ എന്ത് ചെയ്യും? സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ദാറ്റ് പെയ്ഡ് ഹോളിഡേസ് ഇൻക്ലൂഡ് 13 പബ്ലിക് ഹോളിഡേസ് ആൻഡ് ഹൗ മെനി കാഷ്വൽ ലീവ്സ് പെർ ഇയർ. അതൊക്കെ ആ ഒരു ക്ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് എല്ലാവർക്കും പെർമനന്റ് എന്നാവണമെന്നില്ല. ഓപ്ഷൻ എ 10, ബി 12, സി 15, ഓപ്ഷൻ ഡി 20. ആ ക്ലോസ് അനുസരിച്ച് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 12 കാഷ്വൽ ലീവും ആണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ഡ്യൂറിംഗ് an employee's resignation process? അതായത് ഒരു എംപ്ലോയിനെ നമ്മൾ റെസിഗ്നേഷൻ പ്രോസസ്സിൽ നോ ഡ്യൂ സർട്ടിഫിക്കറ്റിന്റെ റോള് എന്താണ്? ഓപ്ഷൻ എ, ഇറ്റ് കൺഫേംസ് ദ എംപ്ലോയി ഹാസ് നോ പെൻഡിംഗ് വർക്ക്. ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ. ഓപ്ഷൻ സി, ഇറ്റ് കൺഫേംസ് ദ എംപ്ലോയി ഹാസ് റിട്ടേൺഡ് all company property and has no outstanding financial dues. Option D, it is the medical fitness certificate. Answer ഒന്ന് പറഞ്ഞോളൂ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലെ. ഇറ്റ് കൺഫേംസ് ദ എംപ്ലോയി ഹാസ് റിട്ടേൺ ഓൾ കമ്പനി പ്രോപ്പർട്ടി. കമ്പനിയുടെ എല്ലാ പ്രോപ്പർട്ടികളും അവർ റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്നും there is no outstanding financial dues, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഡ്യൂസുകളൊന്നും അവര് നിലനിർത്തിയിട്ടില്ല എന്നും തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്തത്, what does insubordination okay, insubordination refer to in a professional context? ഒരു പ്രൊഫഷണൽ കോണ്ടെക്സ്റ്റില്
ഇൻസബോർഡിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, കംപ്ലീറ്റിംഗ് വർക്ക് എഹെഡ് ഓഫ് ഷെഡ്യൂൾ. ഓപ്ഷൻ ബി, disobeying or showing disrespect to a superior. Option C, working overtime without permission. Option D, taking initiative on a new project. പറയൂ, ആൻസർ എന്താണ്? ഇൻസബോർഡിനേഷൻ. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. സനില, ബി അല്ല, ബി ആണ്, ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. സി അല്ല, ബി ആണ് കറക്റ്റ് ആൻസർ. ഇൻസബോർഡിനേഷൻ. ഇൻസബോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡിസൊബേയിങ് ഓർ ഷോയിങ് ഡിസ്റെസ്പെക്ട് ടു എ സുപ്പീരിയർ. നമ്മുടെ ഒരു സുപ്പീരിയറിനോട് നമ്മൾ അനുസരിക്കാതിരിക്കുക, അവരോട് അനുസരണക്കേട് കാണിക്കുക, അവരോട് നമ്മളൊരു ഡിസ്റെസ്പെക്ടോട് കൂടി പെരുമാറുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസബോർഡിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ക്ലോസിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ നമ്മുടെ സുപ്പീരിയേഴ്സിന്റെ അടുത്ത് എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്യോ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല, അതൊരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അത് കൃത്യമായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസിന് വിധേയമായി ആ ക്ലോസിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ, ഓപ്ഷൻ സോറി, അടുത്ത ക്വസ്റ്റ്യൻ. The specimen appointment letter states that an annual increment of a certain percentage will be considered subject to what? Again, question ശ്രദ്ധിക്കാട്ടോ. സ്പെസിമെൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ. അപ്പോയിന്റ്മെന്റ് ലെറ്ററിന്റെ ഒരു സ്പെസിമെൻ, ഒരു മോഡൽ നമ്മൾ പഠിച്ചു. അതിനകത്ത് പറയുന്നുണ്ട് that an annual increment of a certain percentage that will be considered subject to what? അതായത് അവർക്ക് ഒരു എന്താണ് പ്രതിമാസ ശമ്പളം അല്ലെ, അത് ഇത്ര ആനുവൽ പ്രതിവർഷമാണ്, ആനുവൽ ഇൻക്രിമെന്റ് ആണ്. അതായത് സാലറി ഇൻക്രിമെന്റ് എന്തിനെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു സാലറി ഇൻക്രിമെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, കമ്പനീസ് ഓവറോൾ പ്രോഫിറ്റ്. ഓപ്ഷൻ ബി, എംപ്ലോയീസ് ഏജ്. ഓപ്ഷൻ സി, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്. ഓപ്ഷൻ ഡി, ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. പറഞ്ഞോളൂ, ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആണ്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ മാനേജ്മെന്റ്. കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ, മാനേജ്മെന്റിന്റെ സംതൃപ്തിക്ക് അനുസരിച്ച് നിങ്ങളുടെ സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടാകാം, സാലറിയിൽ വർധനവ് ഉണ്ടാകാം എന്നാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. An employee's designation is subject to change based on what? An employee's designation is subject to change based on what? Option A, employee's personal preference. Option B, company's requirement and employee's performance. Option C, a yearly rotation policy. Option D, a random selection process. എന്താണ് ആൻസർ വരിക? An employee's designation, അതായത് അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ജോലി, ആ ജോബ് റോൾ അല്ലെ, അത് ചേഞ്ചിന് വിധേയമാകാം. എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ചേഞ്ചിന് വിധേയമാകുന്നത്? ഓപ്ഷൻ എ ഇതായിരുന്നു, എംപ്ലോയീസ് പേഴ്സണൽ പ്രിഫറൻസ്. ഓപ്ഷൻ ബി, കമ്പനീസ് റിക്വയർമെന്റ് ആൻഡ് എംപ്ലോയീസ് പെർഫോമൻസ്. ഓപ്ഷൻ സി, എ ഇയർലി റൊട്ടേഷൻ പോളിസി. ഓപ്ഷൻ ഡി, എ റാൻഡം സെലക്ഷൻ പ്രോസസ്. അറിഞ്ഞോളൂ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. കമ്പനീസ് റിക്വയർമെന്റ് ആൻഡ് എംപ്ലോയീസ് പെർഫോമൻസ്. കമ്പനിയുടെ ആവശ്യകതയും എംപ്ലോയിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു എംപ്ലോയിയുടെ ഡെസിഗ്നേഷന്റെ എന്ത് വരുത്തുന്നത്? ചേഞ്ച് വരുത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. An HR appraisal for an existing staff member, practical not on probation, is typically conducted how often? ചോദ്യം ശ്രദ്ധിക്കാം. An HR appraisal for an existing staff member is typically conducted how often? ഒരു HR appraisal, എക്സിസ്റ്റിംഗ് സ്റ്റാഫിന്, നിലവിലിരിക്കുന്ന സ്റ്റാഫുകളുടെ HR appraisal എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴൊക്കെയാണ് നടത്തുന്നത്? ഓപ്ഷൻ എ, എവരി മന്ത്. ഓപ്ഷൻ ബി, എവരി 6 months. ഓപ്ഷൻ സി, എവരി ഇയർ. ഓപ്ഷൻ ഡി, ഓൺലി വെൻ ദേ ആസ്ക് ഫോർ എ പ്രൊമോഷൻ. എപ്പോഴാണ്? ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് കേട്ടോ. എവരി 6 months എന്നാണ് നമ്മളുടെ ടെക്സ്റ്റിൽ പറയുന്നത്. ഓരോ 6 മാസം കൂടുമ്പോഴും, എല്ലാ മാസവും അല്ല കേട്ടോ, ഓരോ 6 മാസം കൂടുമ്പോഴും എക്സിസ്റ്റിംഗ് സ്റ്റാഫ്, നിലവിൽ ഓൾറെഡി ഇരിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടല്ലോ, അവരുടെ അപ്രൈസൽ, അതായത് അവരുടെ പെർഫോമൻസിന്റെ ഇവാലുവേഷൻ ഏതൊക്കെ സമയത്താണ് നടത്തുന്നത്, എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ സമയത്താണ് നടത്തുന്നത്? സാധാരണ എവരി 6 months ആണ്. ഓരോ 6 മാസം കൂടുമ്പോഴാണ് നമ്മളത് അസസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ മെയിൻ സബ്ജക്ട്
of okay, correct answer. Next question, Sadhika. The text mentions that a general administrator ought to have control over what to have full control over the hospital. ഒരു ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഹോസ്പിറ്റലിലെ എന്തിനാണ് കൺട്രോൾ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹോസ്പിറ്റൽസ് ഫിനാൻസസ്, ഓപ്ഷൻ ബി എൻറ്റയർ ഹ്യൂമൻ റിസോഴ്സ്, ഓപ്ഷൻ സി ദ മെഡിക്കൽ എക്യുപ്മെന്റ്, ഓപ്ഷൻ ഡി ദ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആൻസർ പറയൂ. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് അല്ലെ. എന്താണ്? എൻറ്റയർ ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഓക്കെ, എൻറ്റയർ ഹ്യൂമൻ റിസോഴ്സിലാണ് ജനറൽ അഡ്മിനിസ്ട്രേഷന് എന്തുള്ളത്? ഈ പറയുന്ന ഫുൾ കൺട്രോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ മെഡിക്കൽ എക്യുപ്മെന്റിൽ മാത്രം, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രം, ഹോസ്പിറ്റൽ ഫിനാൻസസിന് മാത്രമല്ല, ഒരു എൻറ്റയർ ഹ്യൂമൻ റിസോഴ്സിൽ ജനറൽ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ഓവറോൾ കൺട്രോൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത്, what is the first item listed in the index of the HR manual? ഒരു HR മാനുവലിന്റെ ഇൻഡെക്സിനകത്ത് ഫസ്റ്റ് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം ഏതാണ്? ഓപ്ഷൻ എ വിഷൻ ആൻഡ് മിഷൻ, ഓപ്ഷൻ ബി എയിംസ് ഓഫ് HR, ഓപ്ഷൻ സി ഇൻട്രൊഡക്ഷൻ, ഓപ്ഷൻ ഡി ക്വാളിറ്റി പോളിസി. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ സി, അതായത് ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ. ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, what is the final item listed in the index before the conclusion? കണ്ടോ, കൺക്ലൂഷന് മുമ്പായിട്ട് നമ്മൾ ഇൻഡെക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, കൺക്ലൂഷൻ തൊട്ട് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഐറ്റം ഏതാണ്? ഓപ്ഷൻ എ എക്സിറ്റ് ഇന്റർവ്യൂ, ഓപ്ഷൻ ബി സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനെയർ, ഓപ്ഷൻ സി ഹാൻഡ് ഓവർ നോട്ട്, ഓപ്ഷൻ ഡി ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പറഞ്ഞോളൂ, ഏതാണ്? ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഓക്കെ, അടുത്തത്, the process of HR is described as moving from pre-recruitment to what final stage? അതായത് ആ 4 ഫേസസ് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. The process of HR is described as moving from pre-recruitment to what final stage? Option A retirement, option B promotion, ഓപ്ഷൻ സി എക്സിറ്റ് ഇന്റർവ്യൂ, ഓപ്ഷൻ ഡി ആനുവൽ അപ്രൈസൽ. ആൻസർ പറഞ്ഞോളൂ. പ്രീ റിക്രൂട്ട്മെന്റ് തൊട്ട് എവിടെ വരെ അവസാനിക്കുന്ന പ്രോസസ് ആണ്? ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓക്കെ, നിങ്ങള് ആ ഒരു ടോപ്പിക്കിന്റെ ഫസ്റ്റ് ഭാഗം നോക്കിയാൽ മതി. ഈ HR മാനുവൽ കഴിഞ്ഞിട്ടുള്ള ആ HR മാനുവലിന്റെ സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം കേട്ടോ. അവിടെ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് HR റിക്വയർമെന്റ്സ് ഇൻക്ലൂഡിംഗ് കണ്ടോ, എന്താണ് പ്രീ റിക്രൂട്ട്മെന്റ് തൊട്ട് എക്സിറ്റ് ഇന്റർവ്യൂ വരെ എന്താണ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് കണ്ടോ. ഫ്രം പ്രീ റിക്രൂട്ട്മെന്റ് പ്രോസസ് ടു എക്സിറ്റ് ഇന്റർവ്യൂ കണ്ടോ, അവിടെ വരെ തുടങ്ങുന്ന പ്രോസസ്. പ്രീ റിക്രൂട്ട്മെന്റിൽ തുടങ്ങി എക്സിറ്റ് ഇന്റർവ്യൂവിൽ അവസാനിക്കുന്ന പ്രോസസ് ആണ് HR പ്രോസസ്. അതല്ലേ ചോദ്യം. The process of HR is described as moving from pre-recruitment to what final stage? എന്താണ്? Pre-recruitment process to exit interview. So option C ആണ് correct answer കേട്ടോ, exit interview. Okay. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Which of the following is not a phase of HR mentioned in the document? Which of the following is not a phase of HR mentioned in the document? Option A pre-recruitment, option B recruitment, option C post recruitment, option D pre-termination. Answer പറഞ്ഞേ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ്. അങ്ങനെ ഒരു ഫേസ് നമ്മൾ പറയുന്നില്ല അല്ലെ. പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ് ഉണ്ട്, റിക്രൂട്ട്മെന്റ് ഫേസ് ഉണ്ട്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ് ഫേസ് ഉണ്ട്. ഏതാണ് ഇല്ലാത്തത്? പ്രീ ടെർമിനേഷൻ. അങ്ങനെ ഒരു ഫേസ് ഉണ്ടോ? ഇല്ല. അതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Vacancies in a running hospital can arise due to what reason? Vacancies in a running hospital
can arise due to what reason? Option A, shortage of staff due to high patient numbers. Option B, group resignations or termination. Option C, addition of new departments. Option D, all of the above. Answer പറഞ്ഞോളൂ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓൾ ഓഫ് ദി എബോവ്. ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ റണ്ണിങ് ഹോസ്പിറ്റൽ, നമ്മളൊരു പുതുതായിട്ട് തുടങ്ങുന്ന ഹോസ്പിറ്റൽ എന്തായാലും ഒരുപാട് വാക്കൻസി ഉണ്ടാവും. ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലില് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വാക്കൻസികൾ ഉണ്ടാവാം? ഒന്ന്, ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ഡ്യൂ ടു ഹൈ പേഷ്യന്റ് നമ്പേഴ്സ്, ഗ്രൂപ്പ് റെസിഗ്നേഷൻ, ടെർമിനേഷൻ, അഡീഷൻ ഓഫ് ന്യൂ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ, ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, അടുത്തത്, the HR department may reject a talent acquisition intended. The HR department may reject a talent acquisition intended if what is discovered during an HR audit. Okay, അതായത് HR department ഒരു പക്ഷേ talent acquisition intended അത് റിജക്ട് ചെയ്തേക്കാം. എപ്പോഴാണ് റിജക്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ, ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഈസ് ന്യൂ. ഓപ്ഷൻ ബി, there is excess staff in another department who can be reshuffled. Option C, hospital is not profitable. Option D, the intent was submitted late. ഏതാണ് ആൻസർ വരിക? ഇതായിരിക്കും ആൻസർ വരിക. ചോദ്യം മനസ്സിലായില്ല അല്ലെ? അതായത് HR ഡിപ്പാർട്ട്മെന്റ് മേ റിജക്ട് എ ടാലന്റ് അക്വിസിഷൻ ഇന്റന്റ്. നമുക്കൊരു വാക്കൻസി വന്നാൽ നമ്മൾ ആരെ അറിയിക്കും? നമ്മൾ HR ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കും അല്ലെ? അതിനെയാണ് നമ്മൾ ഇന്റന്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. റിക്വസ്റ്റ് ചെയ്യും, ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ വാക്കൻസി ഉണ്ട് എന്ന്. ആ വാക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ആരെ അറിയിക്കും? HR ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. അപ്പൊ ഒരു പക്ഷെ HR ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? ഈ ഒരു റിക്വസ്റ്റിനെ റിജക്ട് ചെയ്യും. എപ്പോഴാണ് റിജക്ട് ചെയ്യാം? അപ്പൊ നമ്മൾ ചിന്തിക്കും, റിജക്ട് ചെയ്യുന്നതിനെ പറ്റി അവിടെ പറഞ്ഞില്ലല്ലോ. പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം എന്താ ചെയ്യാം? പുതിയൊരു കാൻഡിഡേറ്റിന് റിക്രൂട്ട് ചെയ്യല്ല ചെയ്യാം. മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിൽ എക്സസ് ആയിട്ട് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ആദ്യം നോക്കുക. അതും സാധ്യമല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് ഒരു കാൻഡിഡേറ്റിന് എടുക്കുള്ളൂ. അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, നമ്മൾ എക്സസ് കാൻഡിഡേറ്റ് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾക്കൊരു എന്തെങ്കിലും റിക്രൂട്ട്മെന്റ് പ്രോസസ് അവിടെ കണ്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് there is excess staff in another department who can be reshuffled. അതായത് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എക്സസ് ആയിട്ട് സ്റ്റാഫുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, റീഷഫിൾ ചെയ്ത് നമുക്ക് അവരെ എടുക്കും. ഓക്കെ, അതാണ് എന്റെ കറക്റ്റ്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ഈ പറയുന്ന ഇന്റന്റ് നമ്മൾ അവിടെ റിജക്ട് ചെയ്യും. നമ്മൾ മീൻസ് HR ഡിപ്പാർട്ട്മെന്റ് റിജക്ട് ചെയ്യും. കാരണം പുതിയതായിട്ട് ഒരാളെ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതേ ഹോസ്പിറ്റലിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് എക്സസ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്താൽ മതി? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമാണ് അവിടെ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം കേട്ടോ. ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതേ രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ശരി കേട്ടോ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.